ചെർപ്പശ്ശേരി നഗരസഭയുടെ വികസന സെമിനാർ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. അവഗണന നേരിട്ടു എന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ വികസന സെമിനാർ ബഹിഷ്കരിച്ചത്. സെമിനാറിൽ ഭരണപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളെ മാത്രം ക്ഷണിച്ചുവെന്നും പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്നുമാണ് പരാതി. അതിൻ്റെ പദ്ധതി നിർവഹണ നടപടിക്രമങ്ങളുടെ ഒടുവിലത്തെ പരിപാടിയാണ് വികസന സെമിനാർ. ഇതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പുമായും അതുപോലെ തന്നെ വാർഡ് സഭകളുമായും ഒക്കെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഈ വികസന സെമിനാറിൽ ഞങ്ങളുടെ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഇതിലേക്ക് വിളിക്കാറുണ്ട്. കാരണം ഇതെല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി മാത്രമേ നമുക്ക് ഒരു നഗരസഭയുടെ ഒരു വർഷത്തെ വാർഷിക പദ്ധതി കോടികൾ ചെലവഴിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം. അതിന് ബദലായി CPM അവരുടെ ഘടകകക്ഷികളെ മാത്രം വിളിച്ച് പാർട്ടി പരിപാടിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഞങ്ങൾ ഈ വികസന സെമിനാർ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കൗൺസിലർമാർ, ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എഴുതി കൊടുത്തു വന്നിട്ടുള്ള മെമ്പർമാർ, അവരെല്ലാവരും ഈ യോഗം ബഹിഷ്കരിക്കുകയാണ്. ഇത് മാത്രമല്ല, പദ്ധതി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളോടൊരു അഭിപ്രായവും ചോദിച്ച് അനൗദ്യോഗികമായ യാതൊരു ചർച്ചയും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ഈ സെമിനാർ നടത്തുന്നത് പോലും ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് അറിയുന്നത്. ഉത്തരവാദപ്പെട്ട ആളുകളോട് മിനിഞ്ഞാന്ന് അടിയന്തര കൗൺസിൽ ഉണ്ടായിട്ട് പോലും അവിടെ ഒരു വാക്ക് പറയാൻ തയ്യാറാകാതെ സ്വന്തം പാർട്ടി നേതാക്കന്മാർക്ക് വിവരം കൊടുത്ത് അവരെ കൊണ്ട് ഒരു പാർട്ടി സമ്മേളനം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ പേരിൽ AKG സെന്ററിൽ മതി, ടൗൺ ഹാളിൽ വേണ്ട. അങ്ങനെ നടത്തുകയാണെങ്കിൽ അതിന് ഒരു സംശയം വേണ്ട, UDFന്റെ 14 മെമ്പർമാരെയും UDFന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെയും ജനങ്ങളെയും അതിന് കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. (2015) മുതൽ ഈ സെമിനാർ ഓരോ വർഷം നടക്കുന്നത്. ഇന്ന് നടന്ന മാതിരി സെമിനാർ ഇതുവരെയുള്ള നമ്മളെ എക്സ്പീരിയൻസിലും പരിചയത്തിലും കണ്ടത്. എന്ത് രീതിയിലാണ് ഇത്ര രാഷ്ട്രീയ രീതിയിൽ ഇത് ഓരോ വിഷയത്തെയും ഇവർ കാണുന്നതെന്ന് മനസ്സിലാകുന്നത്. കൂട്ടായിട്ടുള്ളൊരു ഭരണസമിതിയാണ്, എല്ലാവരും ഒരു കുടുംബമാണ്, എല്ലാ പ്രവൃത്തിയും അങ്ങനെയാണെന്നൊക്കെ വാക്ക് തോരില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രവൃത്തി കാണുന്ന ഇത്രയധികം ഒരു രീതിയിലുള്ള പ്രവർത്തനം ഇവരെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സഹകരിക്കില്ല എന്ന് മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ആ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചെർപ്പശ്ശേരി നഗരസഭയുടെ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് ഒരു വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നാണ് UDF കൗൺസിലർമാരും നഗരസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വികസന സെമിനാർ നഗരസഭ തീരുമാനിച്ചു. ആ വിവരം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജനപ്രതിനിധികളുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു പോസ്റ്റർ ഇട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കരുതിയത് ജനപ്രതിനിധികളും ഒപ്പം വാർഡിൽ നിന്നും നിർദ്ദേശിക്കപ്പെടുന്ന 5 ആളുകളുമാണ് ഈ വികസന സെമിനാറിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് വന്നു നോക്കുമ്പോൾ ചെർപ്പശ്ശേരിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പലരും സ്റ്റേജിൽ വലിഞ്ഞു കയറിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ അതുമായി അതിൽ ചർച്ച ചെയ്തപ്പോൾ അവരെയൊക്കെ വിളിച്ചതും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും പങ്കെടുപ്പിക്കാതെ ചെർപ്പശ്ശേരിയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തരത്തിലൊരു ഏകപക്ഷീയമായ സമീപനവുമായി ആണ് നഗരസഭാ ഭരണസമിതിക്ക് നേതൃത്വം നടത്തുന്നവർ കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ പ്രാദേശികമായി വരുന്ന ഞങ്ങളുടെ പ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ അപമാനിക്കുന്ന ഈ ഭരണസമിതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇത് ബഹിഷ്കരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായി ഇത് കൗൺസിലിൽ ചോദ്യം ചെയ്യുകയും ജനകീയമായ നടപടികളിലൂടെ മാത്രമേ ചെർപ്പശ്ശേരി നഗരസഭയുടെ വികസനവുമായി മുന്നോട്ട് പോകാൻ, ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് മാത്രമേ ഈ ഭരണസമിതി അല്ലാതെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന നടപ്പിലാക്കുന്ന ഭരണസമിതിയാക്കി മാറ്റാൻ ഒരു തരത്തിലും ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ആ ഉത്തരവാദിത്തം അടുത്ത വരും കൗൺസിലും അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam.